ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് IT ക്വിസാണ്. അപ്പോൾ IT-യുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചോളൂ, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കറക്റ്റായി നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് ആണ്. അടുത്ത ചോദ്യം: ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വരുന്നത് വിൻഡൻ സെർഫ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിൻഡൻ സെർഫ്. അടുത്ത ചോദ്യം: WWW ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? WWW ഇതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം നോക്കിക്കോളൂ, വേൾഡ് വൈഡ് വെബ്. വേൾഡ് വൈഡ് വെബ് എന്നാണ് WWWൻ്റെ പൂർണ്ണരൂപം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആര്? വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം ഇതാണ്, ടിം ബെർണേഴ്സ്-ലീ. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ടിം ബെർണേഴ്സ്-ലീ. അടുത്ത ചോദ്യം: ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏത്? ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്ക് ഏതാണ്? ഉത്തരം SBT ബാങ്ക്. ആദ്യമായി മലയാളം വെബ്സൈറ്റ് തുടങ്ങിയ ബാങ്കാണ് SBT ബാങ്ക്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ഉത്തരം ലാറ്റിൻ. കമ്പ്യൂട്ടർ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം ശകുന്തള ദേവി. മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശകുന്തള ദേവി. അടുത്ത ചോദ്യം: കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? ഉത്തരം CPU. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗമാണ് CPU. 1963 കമ്പ്യൂട്ടർ മൗസ് വികസിപ്പിച്ചെടുത്ത അമേരിക്കക്കാരൻ ആര്? 1963 കമ്പ്യൂട്ടർ മൗസ് വികസിപ്പിച്ചെടുത്ത അമേരിക്കക്കാരൻ ആരാണ്? ഉത്തരം ഡഗ്ലസ് ഏഞ്ചൽ ബാർട്ട്. 1963 കമ്പ്യൂട്ടർ മൗസ് വികസിപ്പിച്ചെടുത്ത അമേരിക്കക്കാരനാണ് ഡഗ്ലസ് ഏഞ്ചൽ ബാർട്ട്. ഓക്കെ ആണോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം സ്റ്റേഷൻ നിലവിൽ വന്നത് ബാംഗ്ലൂരിലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാക്കുന്ന പ്രക്രിയ എങ്ങനെ അറിയപ്പെടുന്നു? കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാകുന്ന പ്രക്രിയ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ഉത്തരം ബൂട്ടിംഗ്. കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ ചെയ്ത് പ്രവർത്തന സജ്ജമാകുന്ന പ്രക്രിയ ബൂട്ടിംഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ സംവിധാനം ആരംഭിച്ച ബാങ്ക്? ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ സംവിധാനം ആരംഭിച്ച ബാങ്ക് ഏതാണ്? ഉത്തരം HDFC ബാങ്ക്. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ സംവിധാനം ആരംഭിച്ച ബാങ്കാണ് HDFC ബാങ്ക്. അടുത്ത ചോദ്യം: ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മാത്രമായി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ഭാഷ ഏതാണ്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മാത്രമായി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ഭാഷ
ഏതാണ്? ഉത്തരം വരുന്നത് പ്രോലോഗ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് മാത്രമായി ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ഭാഷയാണ് പ്രോലോഗ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് അറിയപ്പെടുന്നത്? ഉത്തരം ക്രീപ്പർ വൈറസ്. ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസ് അറിയപ്പെടുന്നത് ക്രീപ്പർ വൈറസ് എന്നാണ്. അടുത്ത ചോദ്യം. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം നോക്കിക്കോളൂ, വാഷിംഗ്ടൺ. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ആസ്ഥാനം വരുന്നത് വാഷിംഗ്ടണിലാണ്. അടുത്ത ചോദ്യം. ഇമെയിൽ വിലാസത്തിൽ ആദ്യമായി @ ചിഹ്നം തിരഞ്ഞെടുത്തത് ഏത് വർഷത്തിലാണ്? ഇമെയിൽ വിലാസത്തിൽ ആദ്യമായി @ എന്ന ചിഹ്നം തിരഞ്ഞെടുത്തത് ഏത് വർഷത്തിലാണ്? ഉത്തരം 1972. അപ്പോൾ 1972 ഇമെയിൽ വിലാസത്തിൽ ആദ്യമായി @ എന്ന ചിഹ്നം തിരഞ്ഞെടുത്തത്. ഏതാണ് വർഷം? 1972. അടുത്ത ചോദ്യം. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിജയ് ഭട്കർ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിജയ് ഭട്കർ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു കമ്പ്യൂട്ടർ കീബോർഡിലെ ഫങ്ഷണൽ കീകളുടെ ആകെ എണ്ണം എത്രയാണ്? ഒരു കമ്പ്യൂട്ടർ കീബോർഡിലെ ഫങ്ഷണൽ കീകളുടെ ആകെ എണ്ണം എത്രയാണ്? ഉത്തരം വരുന്നത് 12. ഒരു കമ്പ്യൂട്ടർ കീബോർഡിലെ ഫങ്ഷണൽ കീകളുടെ ആകെ എണ്ണം 12 ആണ്. അടുത്ത ചോദ്യം ഇതാണ്. ഒരു ഫയലോ ഫോൾഡറോ ശാശ്വതമായി ഇല്ലാതാക്കാൻ ഏത് കീ കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്? ഒരു ഫയലോ ഫോൾഡറോ ശാശ്വതമായി ഇല്ലാതാക്കാൻ ഏത് കീ കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം Shift+Delete. ഒരു ഫയലോ ഫോൾഡറോ ശാശ്വതമായി മുഴുവനായി ഇല്ലാതാക്കാൻ ഏത് കീ കോമ്പിനേഷനാണ് ഉപയോഗിക്കേണ്ടത്? Shift+Delete എന്ന കീ കോമ്പിനേഷനാണ് ഉപയോഗിക്കേണ്ടത്. അടുത്ത ചോദ്യം ഇതാണ്. PDF-ൻ്റെ പൂർണ്ണരൂപം എന്താണ്? PDF-ൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഉത്തരം പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ്. PDF-ൻ്റെ പൂർണ്ണരൂപം എന്താണ്? പോർട്ടബിൾ ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് എന്നാണ് PDF-ൻ്റെ പൂർണ്ണരൂപം. അപ്പോൾ ഫ്രണ്ട്സ്, ഐ.ടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഫ്രണ്ട്സ് നോക്കൂ, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ചോദ്യം ഇതാണ്. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? കമ്പ്യൂട്ടറിൻ്റെ തലച്ചോറ് എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എല്ലാവരും ഉത്തരം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. ഉത്തരം അറിയാത്തവർ പെട്ടെന്ന് തന്നെ ആ ഉത്തരം കണ്ടുപിടിച്ച് പഠിച്ചു വെക്കുക. കമ്പ്യൂട്ടറിൻ്റെ തലച്ചോർ എന്നറിയപ്പെടുന്ന ഭാഗം ഏതാണ്? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. Thank you for watching.